മലപ്പുറം ജില്ലയിലെ ചെറുപട്ടണം എന്ന ഗ്രാമത്തിൻ്റെ രാത്രികൾ സാധാരണയായി ശാന്തമായിരുന്നു. രാത്രികൾക്കിടയിലൂടെ വീടുകൾക്കിടയിലൂടെ ഒഴുകുന്ന ചെറുനദിയുടെ മുഴക്കം, ഇടയ്ക്കുള്ള നായകളുടെ കുരച്ചിൽ, വഴിയാത്രക്കാരുടെ മങ്ങിയ സംഭാഷണങ്ങൾ ഇവയാണ് പട്ടണത്തിൻ്റെ രാത്രിയിലെ കേൾക്കാവുന്ന ഏക ശബ്ദങ്ങൾ. എന്നാൽ ആ രാത്രി സംഭവിച്ചത് ആ ശാന്തതയെ പൂർണ്ണമായും തകർത്തു കളയുന്നതായിരുന്നു. പുലർച്ചെ മത്സ്യബന്ധനത്തിനിറങ്ങിയ വയോധികൻ പാലത്തിന് സമീപം കണ്ട കാഴ്ച പട്ടണത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്തൊരു കരിമ്പാട് പോലെ മാറി. ഒരു യുവാവിൻ്റെ മൃതദേഹം മുഖം തിരിച്ചറിയാനാകാത്ത വിധം തകർന്ന നിലയിലാണുള്ളത്. കഴുത്തിൽ ചുവന്ന നൂൽ കെട്ടിയ നിലയിലാണുള്ളത്. വയോധികൻ നിലവിളിച്ചപ്പോൾ നാട്ടുകാർ ഓടിയെത്തി. ചിലർ കരയുന്നുണ്ടായിരുന്നു, ചിലർ തലകുനിച്ച് ഭയത്തോടെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് എത്തി. സ്ഥലത്തെത്തിയ സബ് ഇൻസ്പെക്ടർ റാം ഓരോ തെളിവും സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു. പല്ലുകൾ തകർന്നു കിടക്കുന്നത്, രക്തത്തിൻ്റെ ഒഴുക്ക്, ചില്ലുകുപ്പിയുടെ കഷ്ണങ്ങൾ എല്ലാം സൂക്ഷ്മമായി നോക്കുമ്പോൾ കൊലയാളി വളരെ കൃത്യമായി തയ്യാറെടുത്തവനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. റാം മനസ്സിൽ ഒരു വിറയലോടെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു സാധാരണ കൊലപാതകമല്ല, ഇതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. സ്റ്റേഷനിലെത്തി റാം പഴയ കേസ് ഫയലുകൾ തുറന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ജില്ലയിൽ നടന്ന കൊലപാതകങ്ങളുടെ പരമ്പര അദ്ദേഹം മറന്നിരുന്നില്ല. അന്ന് യുവതികളെ ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതകങ്ങൾ നടന്നിരുന്നത്. ഓരോ മൃതദേഹത്തിൻ്റെയും കഴുത്തിൽ ചുവന്ന നൂൽ, മുഖത്ത് ആഴത്തിലുള്ള മുറിവുകൾ, അവയെല്ലാം ഒരുപോലെയുണ്ട്. പോലീസ് അന്ന് ഏറെ പരിശ്രമിച്ചെങ്കിലും പ്രതി പിടിക്കപ്പെട്ടില്ല. മാധ്യമങ്ങൾ പോലീസിനെ കുറ്റപ്പെടുത്തി, സർക്കാർ സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കേസുകൾ അടയ്ക്കേണ്ടി വന്നു. എന്നാൽ റാം മനസ്സിലാക്കിയിരുന്നു, ഇത് ഒരാൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്, സീരിയൽ കില്ലറുടെ പ്രവൃത്തികൾ. ഇപ്പോഴത്തെ മൃതദേഹത്തിൽ കാണുന്ന മാതൃക 5 വർഷം മുൻപുള്ള കൊലപാതകങ്ങളുമായി ഒട്ടും വ്യത്യാസമില്ല. റാമിൻ്റെ ഉള്ളിൽ സംശയവും ഭയവും ഒരുമിച്ചുയർന്നു. 5 വർഷങ്ങളായി അവൻ എവിടെയായിരുന്നു? എന്തിനാണ് അവൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്? കുറ്റകൃത്യത്തിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ കേസ് വലിയ തലക്കെട്ടുകളാക്കി മാറ്റിയിരുന്നു. സീരിയൽ കില്ലർ വീണ്ടും, പട്ടണം ഭീതിയിൽ. വാർത്താപത്രങ്ങളിലും ടെലിവിഷനുകളിലും ഇതാണ് നിറഞ്ഞത്. നാട്ടുകാർ ഭീതിയിൽ വീടുകൾ അടച്ചിടുന്നുണ്ടായിരുന്നു. രാത്രികളിൽ പുറത്തിറങ്ങാതെ ജില്ലയുടെ ജനപ്രതിനിധികൾ പോലീസിനെ കുറ്റപ്പെടുത്തി. മന്ത്രിമാർ അന്വേഷണത്തിന്റെ വേഗം കൂട്ടാൻ സമ്മർദ്ദം ചെലുത്തി. മേലധികാരികൾ റാമിനെ നേരിട്ട് ഫോൺ വിളിച്ചു. വേഗത്തിൽ പ്രതിയെ പിടികൂടണം, അല്ലെങ്കിൽ നിന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റും. സമ്മർദ്ദം ദിവസേന കൂടി വരികയായിരുന്നു. എന്നാൽ റാം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സത്യത്തെ കണ്ടെത്തുക മാത്രമാണ് പ്രാധാന്യം. രാഷ്ട്രീയത്തിൻ്റെയും മാധ്യമത്തിൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല. അദ്ദേഹം തൻ്റെ ടീമിനെ കൂടിയിരുത്തി പറയുന്നുണ്ടായിരുന്നു, നമ്മൾ സമയം നഷ്ടപ്പെടുത്താതെ സൂക്ഷ്മമായി മുന്നേറണം. കൊലയാളി വളരെ സൂക്ഷ്മവാനാണ്. ചിലപ്പോൾ അയാൾ നമ്മയും കൊന്നേക്കാം. ക്രൈം സീനിൽ നിന്നും ശേഖരിച്ച തെളിവുകൾ റാം സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു. മൃതദേഹത്തിൻ്റെ വസ്ത്രത്തിൽ അപൂർവമായൊരു എണ്ണയുടെ ഗന്ധം കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധനയിൽ അത് മെഷീൻ ഓയിലാണെന്ന് തെളിയുകയും ചെയ്തു. പട്ടണത്തിൽ അത്തരം ഗന്ധം വരുന്ന ഇടങ്ങൾ വളരെ കുറവായിരുന്നു. പഴയ വർക്ക്ഷോപ്പുകളിലും ഗ്യാരേജുകളിലും മാത്രം ആ മണമുണ്ടാകും. റാം തൻ്റെ ടീമിനെ അവിടങ്ങളിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു. പലരും ചോദ്യം ചെയ്യപ്പെട്ടു. ചിലരുടെ കയ്യിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. എന്നാൽ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയില്ല. കൊലയാളി അതീവ സൂക്ഷ്മവാനാണെന്ന് വീണ്ടും തെളിയുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മുഖം മൂടിയ ഒരാളുടെ നിഴൽ മാത്രം. എന്നാൽ റാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇടതുകാലിൻ്റെ അല്പം വലിഞ്ഞു നടക്കുന്നു. അത് ചെറിയ കാര്യമെന്നോണം തോന്നിയാലും അന്വേഷണത്തിൽ അത് വലിയൊരു സൂചനയായിരുന്നു. റാം മനഃശാസ്ത്രജ്ഞനുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ അഭിപ്രായപ്പെട്ടു, കൊലയാളി സ്ത്രീകളോട് വലിയൊരു ദേഷ്യം പുലർത്തുന്നവനാണെന്ന് തെളിവുകൾ വ്യക്തമാക്കുകയാണ്. ഒരിക്കൽ അവൻ ഒരു സ്ത്രീയിൽ നിന്ന് വലിയൊരു മുറിവ് നേരിട്ടിരിക്കണം. റാം പഴയ കേസ് ഫയലുകൾ വീണ്ടും പരിശോധിച്ചു. അവിടെ നിന്ന് അദ്ദേഹം കണ്ടെത്തി, എല്ലാം ഇരകളായത് ഒരേ കോളേജിൽ പഠിച്ചവരാണ്. 5 വർഷം മുൻപ് ആ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൻ്റെ രേഖകളും അദ്ദേഹത്തിന് കിട്ടി. ഒരു വിദ്യാർത്ഥിയുടെ സഹോദരി അവിടെ പഠിച്ചിരുന്നുവെന്നും കൂട്ടുകാർ പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്തുവെന്നും രേഖകളിലുണ്ടായിരുന്നു. സഹോദരനെ തുടർന്ന് മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തു. ഇതിനിടെ പട്ടണത്തിൽ വീണ്ടും ഒരു കൊലപാതകം നടന്നു. മഴക്കാലത്തിൻ്റെ ആദ്യ രാത്രിയിൽ മഴത്തുള്ളികൾ റോഡിൽ പതിക്കുമ്പോൾ പട്ടണത്തിൻ്റെ പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് ഒരു യുവതിയുടെ മൃതദേഹം കിട്ടി. ഇത്തവണ കൊലയാളി കൂടുതൽ ക്രൂരനായിരുന്നു. മൃതദേഹത്തിൻ്റെ ചുറ്റും ചുവന്ന പേനകൾ കൊണ്ട് എഴുതിയ സന്ദേശങ്ങൾ. അവർ എന്നെ പരിഹസിച്ചു, ഞാൻ അവരെ ഇല്ലാതാക്കും. സന്ദേശം വായിച്ചപ്പോൾ റാം മനസ്സിലാക്കി, കൊലയാളി തൻ്റെ പ്രതികാരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി അവൻ കൂടുതൽ അപകടകാരിയാണ്. തടസ്സം വന്നാൽ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമല്ല, മുഴുവൻ സമൂഹത്തിനെയും ആക്രമിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അന്വേഷണം വേഗത്തിലാക്കേണ്ടതിൻ്റെ ആവശ്യത്തിൽ റാം CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയായിരുന്നു. അവിടെ നിന്നും ലഭിച്ച ചെറിയ ചെറിയ സൂചനകൾ പിന്തുടർന്ന് അദ്ദേഹം നഗരത്തിന് പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഗോഡൌൺ കണ്ടെത്തി. ഗോഡൌണിൻ്റെ മതിലുകളിൽ രക്തച്ചുവപ്പിൽ എഴുതിയ ഭയാനകരമായ സന്ദേശങ്ങൾ. ഞാൻ അവരെ എല്ലാം തീർക്കും. റാം ടീമിനൊപ്പം അകത്ത് കടന്നു. ഇരുണ്ട അന്തരീക്ഷമാണുള്ളത്. നിലത്ത് ചിതറി
ചിതറിക്കിടക്കുന്ന പഴയ കസേരകൾ, ചുമരുകളിൽ പതിഞ്ഞ ചോരയുടെ അടയാളങ്ങൾ, അവിടെയെല്ലാം കൊലയാളിയുടെ ഭ്രാന്തിൻ്റെ പ്രതിഫലനം പോലെ ഉണ്ടായിരുന്നു. റാം മനസ്സിലാക്കി, ഇവിടെയാണ് അവൻ്റെ താമസ സ്ഥലം, ഇവിടെയാണ് അവൻ എല്ലാ പദ്ധതികളും ചെയ്തു വച്ചിരിക്കുന്നത്. അവിടെ തന്നെയായിരുന്നു കൊലയാളിയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. മുഖം മൂടിയ ഇടതുകാലിൽ വലിഞ്ഞു നടക്കുന്ന ഒരാൾ കയ്യിൽ കത്തി പിടിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് പുറത്തു വന്നു. മഴത്തുള്ളികൾ മേൽക്കൂരയിൽ പതിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാവുന്ന അവസ്ഥ. ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി. കൊലയാളി നിലവിളിച്ചു, നിങ്ങൾക്കെന്നെ തടയാനാവില്ല. അവൻ കത്തി വീശി. റാം തോക്ക് കയ്യിലെടുത്തെങ്കിലും അവസാന നിമിഷം കൊലയാളിയുടെ ആക്രമണം തടയാൻ ശ്രമിച്ചു. ഇരുവരും നിലത്തു വീണു. ഇരുട്ടിൽ നടന്ന ആ പോരാട്ടം ജീവനും മരണവും തമ്മിലുള്ള ഒരു അതിർത്തി പോലെയായിരുന്നു. പോരാട്ടത്തിൻ്റെ അവസാനം റാം പ്രതിയെ കീഴടക്കി. മുഖം മൂടി നീക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് തന്നെ വിറച്ചു പോയിരുന്നു. ഒരിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയുടെ സഹോദരനായിരുന്നു അവൻ. സഹോദരിയുടെ ആത്മഹത്യയാണ് അവൻ്റെ ജീവിതം പൂർണ്ണമായും തകർത്ത് കളഞ്ഞത്. വർഷങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ പ്രതികാരത്തിൻ്റെ തീയിൽ കരിഞ്ഞുപോയ ഒരു മനസ്സ്. അവർ എൻ്റെ സഹോദരിയെ ഇല്ലാതാക്കി, ചിരിച്ചു, അവളെ ഇല്ലാതാക്കി, ഞാൻ അവരെ എല്ലാം ഇല്ലാതാക്കി എന്ന് പ്രതി നിലവിളിച്ച് പറയുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ കണ്ണീരും കോപവും കലർന്ന ഭ്രാന്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു കൊലപാതകിയുടെ കഥ മാത്രമല്ല, സമൂഹം തന്നെ സൃഷ്ടിച്ചൊരു ദുരന്തമാണ്. പ്രതി പിടിയിലായപ്പോൾ പട്ടണത്തിൽ ആശ്വാസം വീണു. മാധ്യമങ്ങൾ റാമിനെ നായകനാക്കി ഉയർത്തി. സർക്കാർ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. സീരിയൽ കില്ലറെ പിടികൂടിയ ധീര പോലീസ് എന്ന വാർത്തകളിൽ നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ റാമിൻ്റെ മനസ്സിൽ ഒരാശങ്ക മാത്രം. ഈ കേസുകളിലെല്ലാം അവൻ ഒറ്റയ്ക്കാണോ ചെയ്തത്, അല്ലെങ്കിൽ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അന്വേഷണത്തിനിടെ ലഭിച്ച ചില തെളിവുകൾ വ്യക്തമല്ലായിരുന്നു. ചിലർ പറഞ്ഞിരുന്നു അവനെ രണ്ടിടങ്ങളിൽ ഒരേ സമയം കണ്ടതായി. ചില സൂചനകൾ മറ്റൊരു കൈപുണ്യത്തിൻ്റെതാണെന്നും തോന്നലുണ്ട്. റാം ഫയലുകൾ അടച്ചുവെങ്കിലും രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ തെരുവിൻ്റെ അറ്റത്ത് ഒരാൾ നിന്ന് നോക്കുന്നുവെന്ന ഭ്രാന്ത ചിന്ത മനസ്സിലേക്ക് കടക്കുകയാണ്. കഥ അവസാനിച്ചിട്ടില്ലെന്നൊരു ദുഷ്പ്രതീക്ഷ പോലെ റാമിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം മുഴങ്ങി, ഇനിയും ആ കൊലപാതകങ്ങൾ തുടരും.